ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ തിരുവോണത്തിന് എന്തായാലും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ക്ലിപ്സ് എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. എങ്കിലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്പനെ നീതിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് നീതിക്കുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് എടുത്തതായിരുന്നു. ആ ടൈമിൽ അമ്മയും പാപ്പനും അനിയനൊക്കെ കൂടി ഇവിടെ എന്താ പറയുക പൂക്കളം ഇടുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ്. പൂവൊക്കെ രാവിലെ തന്നെയാണ് അരിഞ്ഞത്. കളം മാത്രം, അതായത് പൂക്കളം മാത്രം എന്താ പറയുക തലേന്ന് ഞാനും അനിയനും കൂടെ വരച്ചിടുക ചെയ്തത്. അനിയനാണ് കൂടുതലും വരച്ചത്, ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. ആ ഒരു ടൈമിൽ ഞാനിവിടെ ഇന്ന് ഉഴുന്ന ദോശയും നെയ് റോസ്റ്റും ചട്നി ആയിരുന്നു. അപ്പം ഞാൻ നെയ് റോസ്റ്റ് ചുട്ടു. ചട്നി ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പോടുന്നതിന് മുമ്പ് അമ്മയാണ് ഫസ്റ്റ് കുളിച്ച് വന്നത്. അമ്മ അപ്പോൾ ചട്നിയും ചായയും ഉണ്ടാക്കിയിരുന്നു. ദോശ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അവർ വരുന്നതിന് മുമ്പ് ഞാൻ ചായ കുടിച്ചു. അപ്പോൾ എൻ്റെത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോഴത്തേനും അമ്മ പൂവൊക്കെ ഇട്ട് വന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ ഉരുളിലേക്ക് ഇട്ട് ഒക്കെ തലേന്ന് ഞങ്ങൾ അരിഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തേക്കും ഉള്ളതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ്, അതായത് കൈപ്പങ്ങ, മുരിങ്ങക്കായ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചേന കുറേ ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. അമര, പയറെല്ലാം ഉണ്ട്. അപ്പം പച്ചക്കായ ഉണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഗ്യാസിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ഈ ഒരു പച്ചക്കറിയിൽ തന്നെ വെള്ളം ഇറങ്ങും. ഇപ്പം അതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലുണ്ട്. അത് പച്ചക്കറി കഴുകിയതിൻ്റെ ശേഷം വന്ന കുറച്ച് വെള്ളമാണ്, അത് കളഞ്ഞിട്ടില്ല. പറ്റ വെള്ളം ഇല്ലാണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഇതിനായിട്ട് വേവാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഉരുളി ചെരിച്ചൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആ വെള്ളം ഒഴിക്കാണ്ടിരുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വെന്ത് വന്നപ്പോഴുള്ള ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിനുശേഷം തൈര് ഒഴിച്ച് നന്നായി വെന്ത് വന്നപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ അതിലോട്ട് തേങ്ങേൻ്റെ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ ഇതാ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ അമ്മ ഓർമ്മയില്ലാണ്ട് അരിഞ്ഞു വെച്ചു. ഉള്ളിയൊക്കെ ഒരു പാത്രത്തിൽ അരിഞ്ഞു വെച്ചു. അപ്പോൾ അതിങ്ങനെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം വേവുന്നതും വേവാത്തതും ലാസ്റ്റ് ഇടുന്നതും ഫസ്റ്റ് ഇടുന്നതൊക്കെ തമ്മിൽ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വേറെ ആക്കിക്കൊണ്ടിരിക്കുക. ഉരുളൻകിഴങ്ങും ഇതൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് വെന്തു. ഞങ്ങളത് ഉരുളിയിലോട്ട് മാറ്റി. അപ്പോൾ അതിന് അവിയൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുളിയിലോട്ട് മാറ്റി. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും വെണ്ടയ്ക്ക ഇതിലോട്ട് ഡയറക്റ്റ് ഇടാണ്ട് ഞങ്ങളൊരു വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ അല്ല, ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ആ കൊഴുപ്പൊന്ന് പോയി കിട്ടാൻ. അല്ലെങ്കിൽ സാമ്പാറിന്നൊക്കെ നമ്മളെടുത്ത് കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഉപ്പൊന്നും ഇടാണ്ട് സോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതവിടെ കിടന്ന് തിളച്ചിട്ട് കുറേ പച്ചക്കറി ഇനിയും വേവാനുണ്ടായിരുന്നു. കാരണം ഒരു മുരിങ്ങക്കായയും വഴുതനയൊക്കെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങക്കായൊന്നും അധികം വേവില്ല. അപ്പോൾ വേവില്ലാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഇതിൽ പരിപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. സോറി, ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ആ ഒരു കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിച്ചത്. എന്നിട്ട് അതിലേക്ക് മുരിങ്ങക്കായയും സാമ്പാറല്ല, ഇതും കൂടെ ഇട്ട് കൊടുത്തു. വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഒന്നും കൂടെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോഴത്തേനും നമുക്ക് ഈ സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലി, ചുവന്ന മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. കാരണം മല്ലി ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, ചുവന്ന മുളകും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അതിലുള്ള ഒരു വെള്ളം, ആ ഒരു ഈർപ്പം പോയതിന് ശേഷം മാത്രമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. പൊതുവേ അമ്മ മല്ലി ഉണക്കി വെക്കാറുണ്ട്, മുളകൊക്കെ കഴുകി ഉണക്കി വെക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേങ്ങയിലോട്ട് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കഴുകിയത് കൊണ്ട് ആ നനവ് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഉലുവ, പൊടിക്കാത്ത ഉലുവ, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇടുന്നുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്താ പറയുക, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താ പറയുക, കൈ എടുക്കാണ്ട് ഇളക്കണം എന്നല്ല, മീഡിയം
ഇതിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കരിയാണ്ട് ഇളക്കി കൊടുക്കുക, തേങ്ങ ഒന്ന് റോസ്റ്റ് ആവുന്നത് വരെ. അങ്ങനെ ഇളക്കി ഇളക്കി ലാസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് മീൻസ് പാനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും കൈ വിടാണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി ഇളക്കിയ ഗ്യാസിൽ നിന്ന് എടുത്ത് അതേപടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ മുരി. അപ്പോൾ അത് ഈവണായിട്ട് എല്ലായിടത്തും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ഒരു സാമ്പാറിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക, ലാസ്റ്റാണ് വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്തിട്ടുള്ളത്. രണ്ടിനും വേവ് കുറവാണ്. വെണ്ടയ്ക്ക ഒന്ന് സോട്ട് ചെയ്യും കൂടെ ചെയ്തല്ലോ, അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതാ നന്നായിട്ട് തിക്കായി വന്നപ്പോൾ ആ തേങ്ങ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ അരച്ചിട്ട് അതും ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു കേട്ടോ. പിന്നെ ഇത് രസത്തിനുള്ളതാണ്. സത്യത്തിൽ ഇതിലെന്തൊക്കെയാണ് ചേർത്തെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. തക്കാളി ഉണ്ട്, കരിവേപ്പിൻ്റെ ഇല ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്, പുളിവെള്ളത്തിലാണ് ഇതിപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും അഡീഷണലി അമ്മ ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ഏരിയയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഇത് ഉണ്ടാക്കുമ്പോൾ ക്ലിപ്പ് അമ്മ എടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ ഈ സൈഡിൽ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ പറയുക, നെയ്പായസം, നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന നെയ്പായസം ഇല്ലേ, അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ എന്താ പറയുക, ഇതിനെ എല്ലാ നാട്ടിലും എന്താ പറയുന്നറിയില്ല, ഇവിടെ ഉണക്കലരി എന്നൊക്കെ പറയും. അപ്പോൾ ഉണക്കലരി നന്നായിട്ട് കുക്കറിൽ ഒരു 5 വിസിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ടൊരു ഇതിലോട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഗ്യാസ് ഓണാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ ചോറല്ല ഈ അരിയിലോട്ട്, വേവിച്ച അരിയിലോട്ട് ഈ ശർക്കര ഉരുക്കി ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ചോറ് ഇപ്പോൾ അത് രണ്ടും രണ്ട് കളറായിട്ടാണ് നിൽക്കുക. അത് ലാസ്റ്റ് കുറുകി വരുമ്പോൾ എന്താ പറയുക, ഒരു ചോറ് ഈ ഒരു ശർക്കരേൻ്റെ കളറായിട്ട് മാറും. അതുവരെ നമ്മളിങ്ങനെ കുറുക്കി 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 കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതങ്ങനെ വിട്ടു. പിന്നെ അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കണമെന്നില്ല കേട്ടോ. പക്ഷേ ഈ പായസം അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം ഉണ്ടാക്കി നോക്കുന്നത്. പൊതുവേ ഞങ്ങൾ ഓണത്തിന് സേമിയ, അട, ചെറുപയർ, കടലപ്പരിപ്പ് അങ്ങനെ കുറേയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അതിങ്ങനെ കുറുകി കുറുകി കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒക്കെ കൂടെ ഫസ്റ്റ് തന്നെ ഒഴിക്കേണ്ട, ഇത് കുറുകി കുറുകി വരുന്നതിനനുസരിച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ അത് നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഒരു ചെറുപഴം കുറച്ച് തുളസിൻ്റെ ഇലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തുളസിയും കൂടെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിയലുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, അതുപോലെ നമ്മുടെ കാബേജ് ഉപ്പേരി, മത്തനും പയറും, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ അവിടെ കൊടുക്കാം. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഇത് അമ്മയ്ക്ക് വേണ്ടി എടുത്ത സാരിയാണ്. അതിന് ഞാൻ ബ്ലൗസ് അടുപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ എടുത്തു എന്നുള്ളൂ. സാരിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.